നടന്ന ആർമി ഡേ പരേഡിൽ പ്രധാന ആകർഷണമായ റോബോട്ടിക് മ്യൂൾസ് പ്രത്യേക സംഘത്തിന്റെ മാർച്ച് പാസ്റ്റ് ആയിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. ക്വാഡ്രൂപെഡൽ അൺമാൻഡ് ഗ്രൗണ്ട് വെഹിക്കിൾസ് എന്നറിയപ്പെടുന്ന 8 നൂതന റോബോട്ടിക് മ്യൂൾസ് സംഘത്തിലുണ്ടായിരുന്നു. പുതുതായി അവതരിപ്പിച്ച ഈ നിയന്ത്രണ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള സൈന്യത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ്. ഈ സൈനിക ഉപകരണങ്ങളുടെ ഭാവിയിലേക്ക് ഒരു സുപ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ക്വാഡ്രൂപെഡൽ എന്നാൽ 4 കാലുകൾ ഉള്ളത് അല്ലെങ്കിൽ 4 കാലുകളിൽ ചലിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതാണ്. 4 കാലുകൾ ഉപയോഗിച്ച് നടക്കുന്നതോ ചലിക്കുന്നതോ ആയ നായകൾ അല്ലെങ്കിൽ റോബോട്ടുകൾ പോലുള്ള മൃഗങ്ങളെ വിവരിക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതേസമയം 1949 ജനറൽ KM കരിപ്പ ഇന്ത്യൻ ആർമിയുടെ കമാൻഡറായി അധികാരമേറ്റ ആദ്യ ഇന്ത്യക്കാരനായതിന്റെ ബഹുമാനാർത്ഥം എല്ലാ വർഷവും ജനുവരി 15-നാണ് ആർമി ഡേ ആദരിക്കുന്നതും അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫായിരുന്ന ജനറൽ സർ FRR ബൂച്ചറിൽ നിന്ന് അദ്ദേഹം ചുമതലയേറ്റു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷം അടയാളപ്പെടുത്തുന്നതായിരുന്നു ആ നിമിഷം. വർഷങ്ങളോളം ഡൽഹിയിൽ മാത്രമാണ് ആർമി ഡേ പരേഡ് നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ പൂനെയിലാണ് അത് നടന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അത് രാജ്യത്തിന്റെ സൈനിക ശക്തി, സമ്പന്നമായ പാരമ്പര്യങ്ങൾ, ന്യൂനത, സാങ്കേതിക വിദ്യ എന്നിവ എടുത്തുകാട്ടപ്പെട്ടു. ഈ വർഷം പൂനെയിലെ ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലും ആ സെന്ററിലാണ് പരേഡ് നടന്നതും. മാർച്ചിംഗ് ടീമുകൾ, യന്ത്രവൽകൃത വാഹനങ്ങൾ, നൂതന സാങ്കേതിക വിദ്യയുടെ പ്രദർശനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഡ്രോണുകളും റോബോട്ടുകളും പോലുള്ള ആധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ പരിപാടിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. പോരാട്ട പ്രകടനങ്ങൾ, ആയോധന കലകളുടെ പ്രദർശനം എന്നിവയുൾപ്പെടെ തന്നെ ആവേശകരമായ പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. ഇത് 3-ാം തവണയാണ് ഡൽഹിക്ക് പുറത്തു തന്നെ സൈനിക ദിന പരേഡ് നടക്കുന്നത്. പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തുടനീളമുള്ള ആളുകൾക്ക് അവ കൂടുതൽ പ്രാമ്യമാക്കുന്നതിനുമായി വിവിധ നഗരങ്ങളിൽ പ്രധാനപ്പെട്ട ദേശീയ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ തുടർന്നാണ് ഇത് നടന്നതും. 2023-ലും 2024-ലും കരസേനാ ദിന പരേഡുകൾ യഥാക്രമം ബാംഗ്ലൂരുവിലും ലക്നൌവിലുമായിരുന്നു നടന്നത്. പരേഡിന്റെ ഡ്രസ് റിഹേഴ്സലുകൾ അടക്കം 2024 ഡിസംബർ 30-ന് VEG പരേഡ് ഗ്രൗണ്ടിലാണ് നടന്നതും. മാർച്ചിംഗ് സംഘത്തിന്റെ അവസരം ന്യൂഡൽഹി ആസ്ഥാനമായുള്ള എയ്റോക്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് സൃഷ്ടിച്ചത്. എയർകാവ് മ്യൂൾ എന്ന് വിളിക്കപ്പെടുന്ന 8 4 കാലുകളുള്ള റോബോട്ടുകൾ ഉണ്ടായിരുന്നു. എയ്റോ ആർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് പൂർണ്ണമായും ആർക്ക് വെഞ്ചേഴ്സിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. മ്യൂൾ എന്ന പേരുകൊണ്ട് മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്യുപ്മെന്റിനെ സൂചിപ്പിക്കുന്നതാണ്. 4 കാലുകളുള്ള ആളില്ലാത്ത ഗ്രൗണ്ട് വെഹിക്കിളായ ഈ റോബോട്ടിക് മ്യൂളുകളെ വിദൂരമായി നിയന്ത്രിക്കാനോ സ്വന്തമായി പ്രവർത്തിപ്പിക്കാനോ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. ചുറ്റുമുള്ളവയെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആസ്തികൾ സംരക്ഷിക്കുക, രാസവസ്തുക്കൾ, ജൈവ ഭീഷണികൾ, അതുപോലെ തന്നെ റേഡിയേഷൻ, ആണവ വസ്തുക്കൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളെ എന്നിവ ഉൾപ്പെടുന്ന അപകടകരമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്കായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും. ബോംബുകൾ നിർവീര്യമാക്കുവാനും ഇതിനെ കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിരീക്ഷണം, രഹസ്യ അന്വേഷണം എന്നിവയിലൂടെ വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ ജോലികളും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 5 പ്രധാന ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ആർകേവ് മ്യൂൾ നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.